നമസ്കാരം. സംഘികളങ്ങ് ഊപ്പിയിൽ നടത്തിയ ബ്ലൂ പ്രിന്റ് വികസനത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. പൊന്നോ, കേരളത്തിലൊക്കെ ഭരണം കിട്ടാത്തത് ഭാഗ്യം. ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം അഴിമതി കാണിച്ച് നിർമ്മിച്ച ഒരു പാലം അറിയാലോ. ഇപ്പോൾ ഞങ്ങൾ പാലം നിർമ്മിക്കുന്നു, റോഡ് നിർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. ആദ്യത്തെ ഒരു ചെറിയ കാറ്റും മഴയും വന്നപ്പോൾ കോടാനുകോടി ചെലവഴിച്ച് ഏകദേശം 1,500 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പാലത്തിന്റെ അവസ്ഥ എന്തെന്നതേ ഈ ദൃശ്യം നോക്കി. ഇതാണ് യഥാർത്ഥ ബ്ലൂ പ്രിന്റ് വികസനം. ഈ ബ്ലൂ പ്രിന്റ് വികസനമാണ് കേരളത്തിലൂടെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. കാര്യം അടിമുടി അഴിമതിയാണല്ലോ. ഞങ്ങളുടെ ഊപ്പി മാതൃക നോക്കൂ, ഞങ്ങളുടെ ഗുജറാത്ത് മാതൃക നോക്കൂ, അവിടങ്ങളിലെല്ലാം സംഘിസ്ഥാനുകളിൽ എങ്ങനെയാണ് വികസനം വരുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ലേ എന്നല്ലേ ചോദ്യം. ഇതേ കണ്ണ് തുറന്ന് കണ്ടോളൂ. കോടികൾ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഇത് സംഘികൾ കുനിഞ്ഞിട്ടതാണോ നൂന്നെടുത്തതാണോ? ഈ നാട്ടിലെ പാവപ്പെട്ടവൻ പൊരിവെയിലത്തും പെരുമഴയത്തും എല്ലുമുറിയെ പണിയെടുത്ത് നികുതി കൊടുത്ത പണമാണ്. ആ പണത്തിനെയാണ് ഇതേ തകർത്ത് നാമാവശേഷമാക്കിയിട്ടിരിക്കുന്നത്. ആ പണം ഏത്? ഈ കൈയിട്ട് വാരി എടുക്കുന്ന നികുതി പണം നേരെ പാലത്തിൽ ഇൻവെസ്റ്റ് ചെയ്താലല്ലേ ചെറിയ കാറ്റും മഴയടിച്ചാൽ അത് അനങ്ങാതെ അവിടെ നിൽക്കുള്ളൂ. ഇത് സംഘികൾ ഇഷ്ടം പോലെ വാരിക്കൊണ്ട് പോയതിനു ശേഷം ബാക്കി മിച്ചമുള്ളത് വെച്ച് പാലം കെട്ടിയാൽ എന്താണ് അവസ്ഥ എന്നുള്ളതിന്റെ ദൃശ്യമാണ്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ണു തുറന്ന് കണ്ടതിന് ശേഷം ഇതൊക്കെ ആയിരുന്നു ഇവർ വാത്താളം അടിക്കുന്ന യു പിയിലും രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ നടക്കുന്നതെന്നൊന്ന് ആലോചിച്ചോളൂ. वो तीनों लोग सर ऊपर खड़े हुए हैं। മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞങ്ങൾ എവിടെന്നെങ്കിലും ഇനി ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണോ എന്ന് സംശയം വേണ്ട. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തയാണ്. പക്ഷേ ഇതൊന്നും ചർച്ചയാക്കണ്ട. കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാർ ഇരുന്നപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമാണ് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതിനെ ആവേശപൂർവ്വം ചർച്ച ചെയ്തേനെ. ഈ രാജ്യത്തിന്റെ പൗരന്മാർ കൊടുക്കുന്ന നികുതി പണത്തെ എങ്ങനെയാണ് ദൂർത്തടിച്ച് അഴിമതി കാണിച്ച് നാമാവശേഷമാക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഇതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യർക്ക് ആഹാരം, അന്നമില്ല, പട്ടിണിയും കൊടിയ ദാരിദ്ര്യവും അടക്കം ഇന്ത്യ ദരിദ്ര നാരായണന്മാരുടെ രാജ്യമാണ്. ആ രാജ്യത്ത് വൻകിട പ്രതിമകൾ നിർമ്മിച്ചു. ആദ്യത്തെ ഒരു കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു വീഴുന്നു. നിങ്ങൾ കണ്ടില്ലേ ശിവജി പ്രതിമ? ഏകദേശം ഈ നാട്ടിലെ ജനങ്ങളുടെ 3500 കോടി രൂപയാണ് വീണുടഞ്ഞ് നാമാവശേഷമായത്. വീണ്ടുമുണ്ട്. കാര്യം പിഴിഞ്ഞെടുക്കാമല്ലോ. നമ്മൾ പെട്രോളിലും അല്ലെങ്കിൽ ഗ്യാസിലൂടെയൊക്കെ ഏവന്മാരെ ഇങ്ങനെ പിഴിഞ്ഞെടുത്ത പണം ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിൽ തുലച്ച് കളയുന്നത്. ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിലെത്താനും ഇങ്ങനെ കൊടിയ അഴിമതി നടക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ പോലും നാവ് പൊന്തില്ല. അത്രമാത്രം അടിമ സ്വഭാവമുള്ളവന്മാരാണ് ഈ നാട്ടിലിരുന്ന് ഇടതുപക്ഷത്തെ നന്നാക്കാൻ ഇറങ്ങുന്നത്. ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഇറങ്ങുന്നവർ ഈ നാട്ടിൽ നടക്കുന്ന കൊടിയ അഴിമതികൾ, സംഘപരിവാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നികുതി പണം അടിച്ചു തുലച്ച് കളയുന്നത് എങ്ങനെ എന്നതിന്റെ നേർസാക്ഷ്യം കൂടിയാണ്. ഇതൊക്കെ നിങ്ങളോട് കാണിക്കുന്നതും പറയുന്നതെന്നും പറഞ്ഞാൽ വാചക കസർത്തുകൾക്കപ്പുറം എന്താണ് യാഥാർത്ഥ്യമെന്നും അവിടുത്തെ ജീവിക്കുന്ന മനുഷ്യരുടെ യാതനകൾ എന്താണെന്നും തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം കൂടിയാണ്. ഇത്രയും പണം ഒറ്റയടിക്ക് ഒരു ചെറിയ കാറ്റത്തും മഴയത്തും തകർന്നു വീഴുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഇട്ടൊന്ന് നോക്കിയേ. എവിടെയെങ്കിലും കഴിഞ്ഞ ദിവസം EDയുടെ കാറ് തടഞ്ഞു എന്ന രീതിയിൽ വലിയ വാർത്താ വിസ്ഫോടനം ഉണ്ടായതുപോലെ കോടിക്കണക്കിന് രൂപ പൊട്ടിത്തകർന്ന് നാമാവശേഷമായ വാർത്തയുണ്ടോ എന്ന് പരിശോധിക്കുന്നിടത്ത് നിങ്ങൾക്ക് ഉത്തരം കിട്ടും.